ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കുറച്ചധികം നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയിലൂടെ നമ്മൾ പരസ്പരം കാണുകയാണ്. ഒരുപക്ഷെ എൻ്റെ ശ്രോതാക്കളിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും വരുന്നത്. എന്നോട് പലരും പേഴ്സണലായിട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ആത്മീയ പ്രഭാഷണങ്ങൾ മാത്രം നടത്തിയാൽ പോരെ, അച്ഛൻ എന്തിനാണ് മറ്റു വിധത്തിലുള്ള മെസ്സേജുകൾ തരുന്നത് എന്ന്. എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരെൻ്റെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുക. എങ്കിലും സഭ ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു പല ആത്മീയ പ്രഭാഷണങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത് ദൈവിക നീതിക്ക് ചേരുന്നതല്ല എന്ന ഒരു വ്യക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സഭ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം അതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമുക്കറിയാം, സിറോ മലബാർ സഭയിൽ കീറാമുട്ടി പോലെ നിൽക്കുന്ന കുർബാന ഏകീകരണ വിഷയം തന്നെയാണ്. പരിശുദ്ധ കുർബാനയുടെ വിലയറിയാവുന്ന പിതാക്കന്മാരും പരിശുദ്ധ കുർബാനയുടെ മൂല്യമറിയാവുന്ന വൈദികരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കുക എന്നുള്ളത് ദൈവിക നീതിക്ക് എതിരുമാണ്. ഒരുപക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിൽ കാണുകയായിരുന്നു, പല വൈദികരും, എറണാകുളത്തെ പല വൈദികരും ശക്തമായിട്ട് പറയുന്നത്, ഞങ്ങൾ അർപ്പിക്കില്ല, ഏകീകൃത കുർബാന, സഭയുടെ കുർബാന ഞങ്ങൾ അർപ്പിക്കില്ല എന്നവർ കട്ടായം പറയുകയാണ്. ഒത്തിരിയേറെ വിശ്വാസികൾ ഓരോ ഇടവകകളിലും അവരുടെ വികാരിമാരെ കണ്ട് സഭ നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ചില പള്ളികളിലൊക്കെ ഞാൻ ഇന്നും കൂടെ രാവിലെ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഒരു വൈദികൻ കട്ടായം പറയുകയാണ്, ഞാൻ അർപ്പിക്കില്ല, ആര് പറഞ്ഞാലും ഞാൻ അർപ്പിച്ച് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വളരെ രോഷാകുലരായിട്ട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കാണുകയുണ്ടായി. അർപ്പിക്കില്ല എന്നവർ പറയുകയാണ്. ഒരുപക്ഷെ അതിനെ ഞാൻ മറ്റൊരു വിധത്തിൽ ഞങ്ങൾ സഭയുടെ കുർബാന അർപ്പിക്കില്ല എന്ന് പറയുന്നതിനെ മറ്റൊരു വിധത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഈ വൈദികർക്ക് നല്ല ബോധ്യമുണ്ട് ഇവർക്ക് സഭയുടെ കുർബാന അർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് സഭയുടെ കുർബാന, പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ധാർമ്മികത തങ്ങൾക്കില്ല എന്നിവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ പച്ചയായ സത്യം. ഒരുപക്ഷെ കാനല്ലോ അറിയാവുന്നവർ, തിരുസഭയിൽ നല്ല പഠനമുള്ളവർക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പുരോഹിതന് തൻ്റെ പട്ടം സ്വമേധയാ നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക. രണ്ടാമത് ഞാനത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതാണ്, കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുക, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക, കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, അതുപോലെ തന്നെയാണ് മേലധ്യക്ഷൻ, അതായത് ബിഷപ്പിനെതിരെ കയ്യേറ്റം, ഫിസിക്കൽ അറ്റാക്ക് നടത്തുക. ഈ 4 കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവരുടെ പട്ടമില്ലാണ്ടാവും, ഒരു പുരോഹിതൻ്റെ പട്ടമില്ലാണ്ടാവും. അത് ബൈ ദ വെരി ഫാക്ട് ഓഫ് ഡൂയിങ് ദാറ്റ് ആക്ട് എന്നാണ്. അതായത് ആ പ്രവൃത്തി ചെയ്യുന്ന നിമിഷം തന്നെ ഇവരുടെ പട്ടമില്ലാണ്ടാവുന്നു. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഇനി സഭയെ അവരെ പിടിച്ചു പുറത്താക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരുപക്ഷെ തങ്ങളുടെ പട്ടം തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം സഭ ആഗ്രഹിക്കുന്ന പരിശുദ്ധ കുർബാന, അല്ലെങ്കിൽ സഭ പറയുന്ന സഭയുടെ പരിശുദ്ധ കുർബാന, കാരണം അത് പരിശുദ്ധ ബലിയാണ്. ആ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് തങ്ങൾക്ക് ധാർമ്മികമായ ഒരു ശക്തിയില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർ പറയും, ഞങ്ങൾ അർപ്പിക്കില്ല. അപ്പോൾ വൈലിക്കോടത്ത് അച്ഛനൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റേജ് ഷോ ആണെന്ന് അവർ പറയുന്നുണ്ട്. അത് കുർബാന ഒരു സ്റ്റേജ് ഷോയാണ്. ആ സ്റ്റേജ് ഷോ അർപ്പിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല താനും. കാരണം അത് സഭയുടെ പരിശുദ്ധ കുർബാനയല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട്. ഇതിൻ്റെ കാര്യം ഇതാണ്, ആ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഇവർക്ക് മാരകമായ പാപമാകുന്നില്ല. എന്നാൽ സഭയുടെ പരിശുദ്ധ കുർബാന യോഗ്യതയില്ലാതെ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് മാരക പാപമാവുകയും ചെയ്യും. ഒരുപക്ഷെ ഈ ഒരു ബോധ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ വൈദികർ ശക്തയുക്തം പറയുന്നത്, ഞങ്ങൾ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കില്ല. അതവിടെ നിൽക്കട്ടെ, കാരണം അത് അവരുടെ ധാർമ്മികതയുടെ വിഷയമാണ്. പൗരോഹിത്യം നഷ്ടപ്പെട്ടവർക്ക്, പൗരോഹിത്യത്തിൻ്റെ വിളി അറിയാതെ ജീവിക്കുന്നവർക്ക്
ഇനി ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ആ തഴക്ക ദോഷത്തിലൂടെ കടന്നു പോകുന്നവരെ മാറ്റിയെടുക്കുക എളുപ്പമല്ല. മാറ്റിയെടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇത് വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ്. അതായത് കൃപയുടെ കാലഘട്ടം കഴിഞ്ഞതാണ്. കൃപയുള്ളവന് കൃപ കിട്ടും, കൃപയില്ലാത്തവനുള്ള കൃപ കൂടി എടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവുള്ളവർക്കത് മനസ്സിലാവും. അതായത് പുതിയ കൃപകൾ ലഭിക്കുകയില്ല. ഒരു വ്യക്തി ഏത് പാപാവസ്ഥയിലും ഏത് അവസ്ഥയിലും, ഒരു കൃപയുടെ അവസ്ഥയിലാണെങ്കിൽ കൃപയുടെ അവസ്ഥയിൽ, തിന്മയുടെ അവസ്ഥയിലാണ് തിന്മയുടെ അവസ്ഥയിൽ, ഏത് അവസ്ഥയിൽ തുടർന്നോ ജീവിച്ചു വന്നോ അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും. ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. ഇവിടെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഈ വൈദികർ ഇങ്ങനെയാണ്. അവരുടെ കൂടെ കുറച്ച് വിശ്വാസികളുണ്ട്. അവർക്ക് വ്യക്തമായ മറ്റു ലക്ഷ്യങ്ങളുണ്ട്. അതെന്തുമാകട്ടെ, അവിടെ നിൽക്കട്ടെ. എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഒരു അമ്മച്ചി വിളിച്ചു. ആ അമ്മച്ചിയോട് പറഞ്ഞിങ്ങനെ, അച്ഛാ ഒത്തിരി വിഷമത്തിലാണ്. കാരണം തൊട്ടയലോക്കത്തെ വീട്ടുകാർ, ഇവർ സിനഡിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. തൊട്ടപ്പുറത്തെ വീട്ടുകാർ വിമത അച്ഛന്മാരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന കുടുംബമാണ്. എന്തുവാകട്ടെ, ഇവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ്. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചൻ്റെ കല്യാണമായിരുന്നു, കല്യാണത്തിന് വിളിച്ചിട്ടില്ല. സങ്കടത്തോടു കൂടി ആ അമ്മച്ചി പറയുകയാണ്, അച്ഛാ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞതാണ്. ഇന്ന് ഞങ്ങൾ പരസ്പരം മിണ്ടുകയില്ല, അല്ലെങ്കിൽ അവർ ഞങ്ങൾ നോക്കാൻ പോലും കാണാൻ പോലും തയ്യാറല്ല. കാരണം ഒരു വെറുക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് പരസ്പരം മാറിയിരിക്കുന്നു. എറണാകുളത്തെ എല്ലാ ഇടവകകളിലെയും ഏകദേശം ഒരവസ്ഥ ഇതാണ്. 2 ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്, വിഘടിച്ചിരിക്കുകയാണ്. കുറച്ച് പേര് സഭയുടെ കൂടെ, കുറച്ച് പേര് മറ്റവരുടെ കൂടെ, ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. പരസ്പരം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർക്ക് പരസ്പരം മിണ്ടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് ഈ ദൈവജനത്തെ കൊണ്ടേ എത്തിച്ചത് ആരാണ്? എനിക്ക് വിരൽ ചൂണ്ടി പറയാനായിട്ട് ഉറപ്പോടുകൂടി സാധിക്കും, അത് നിങ്ങളാണ്, പ്രിയപ്പെട്ട സിനഡ് പിതാക്കന്മാരെ. നിങ്ങൾ പിതാക്കന്മാരാണ് കാരണം. ഇത് പിതാക്കന്മാരുടെ കാരണമെന്ന് ഞാൻ പറയാൻ വളരെ വ്യക്തമായ ചില ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഈ കഴിഞ്ഞയിടെ പെരുന്തോട്ടം പിതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. പെരുന്തോട്ടം പിതാവ് അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ കുർബാന ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അറിഞ്ഞോ അറിയാതെ അദ്ദേഹം പറഞ്ഞതാവണം. അദ്ദേഹം പറഞ്ഞു, ഈ കുർബാന ഏകീകരണ വിഷയം സിറോ മലബാർ സഭയിൽ ഉണ്ടായപ്പോൾ, സിനഡിൽ ഉണ്ടായപ്പോൾ, ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഈ ചർച്ചകളിലൊക്കെ നടന്ന സമയത്ത് ഈ പല പിതാക്കന്മാർക്ക് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെട്ടില്ലായിരുന്നു. അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പിതാക്കന്മാർക്ക് വേണ്ടി സ്റ്റഡി ക്ലാസ്സുകൾ നടത്തിയെന്നാണ് അദ്ദേഹം പറയുക. അങ്ങനെ സ്റ്റഡി ക്ലാസ്സുകൾ നടത്തിയാണ് പിതാക്കന്മാരെ ബോധ്യപ്പെടുത്തിയത് കുർബാന ഏകീകരണത്തിൻ്റെ ആവശ്യകത. എന്നാലും കുറച്ചധികം ഏതാനും പേര്, അല്ലെങ്കിൽ നമുക്കറിയാം ഏതാനും പേര് മാറി നിന്നു. അവർക്ക് ബോധ്യപ്പെട്ടില്ല. ഇത്ര സ്റ്റഡി ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. അവർക്ക് ബോധ്യപ്പെട്ടില്ല. അങ്ങനെ ബോധ്യപ്പെടാത്ത സാഹചര്യം, എൻ്റെ ചോദ്യം നിങ്ങളോട് ഇതാണ്, നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നിങ്ങൾ ഈ സഭയെ, ഈ സമൂഹത്തെ നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ബോധ്യം ലഭിക്കാത്തൊരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ മേൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ സഭയിൽ കൊണ്ടുവന്നു? നിങ്ങൾക്ക് തന്നെ ഒരു ഐക്യം സിനഡിനുള്ളിൽ വരുത്താൻ കഴിയാത്ത കാര്യം. സിനഡിൽ ഐക്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, സിനഡ് കൂടി ഏതാനും നാളുകൾക്ക് ശേഷം ഏതാനും പിതാക്കന്മാർ, 5 പിതാക്കന്മാർ പറയുകയാണ് ഞങ്ങൾക്കതിനോട് എതിർപ്പുണ്ടായിരുന്നു. അത് ആരെയും വിളിച്ച് പറയുന്നത്? മീഡിയക്കാരെ വിളിച്ച് പറയുന്നു. അതും ഒരു പ്രത്യേക മീഡിയക്കാരെ വിളിച്ച് പറയുന്നു. നിങ്ങൾ സിനഡിനുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഈ 5 പിതാക്കന്മാർ എവിടെയായിരുന്നു? നിങ്ങൾക്ക് സിനഡിൽ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലായിരുന്നോ? നിങ്ങൾ ഭയമുള്ളവരാണോ? മറ്റു പിതാക്കന്മാരെ ഇവരൊക്കെ പറയുന്നത് പോലെ പേടിയുള്ളവരാണോ? സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ? അത് നഷ്ടപ്പെട്ടോ? സിനഡിനുള്ളിൽ പറയാത്ത ഈ അഭിപ്രായം എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്ത് മീഡിയയോട് പറഞ്ഞത്? എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റുന്നത്? ഈ സഭയെ, ഈ സമൂഹത്തെ വേണ്ട വിധത്തിൽ നയിക്കേണ്ടിയിരുന്നവർ, ഐക്യത്തിൽ കൊണ്ടുപോകേണ്ടവർ, സ്നേഹത്തിൽ കൊണ്ടുപോകേണ്ടവർ ഇന്ന് സഭയിൽ കടുത്ത വിഘടനമുണ്ടാക്കി ജനങ്ങളെ പരസ്പരം തല്ലിച്ചിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ജനം വർഷങ്ങളോളമായിട്ട് 2000 വർഷക്കാലത്തോളം അവരെങ്ങോട്ട് നോക്കി നിൽക്കുന്നോ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നവർ, അവർ ദേവാലയത്തിൽ ദൈവത്തെ നോക്കി നിന്ന് ബലിയർപ്പിക്കുന്നവർ, അവർ ദേവാലയത്തിൽ താരയിലേക്ക് നോക്കി നിൽക്കുന്നവർ. പണ്ടൊരിക്കൽ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിതാക്കന്മാരെ, വൈദികരെ, നിങ്ങൾ തമ്മിലാണ് പ്രശ്നം. എങ്ങോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. എങ്ങോട്ട് നിൽക്കുന്നതും ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു, അതാണ് ശരി. സഭ പറയുകയാണ് ഇപ്രകാരം അർപ്പിക്കുക, അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതാണ് ശരി. അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത് ഒരു അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നമാവാം.
എനിക്ക് മനസ്സിലാകുന്നതൊക്കെയാണ്. അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നം, പൊളിറ്റിക്കൽ പാർട്ടീസിൽ പോലും ഇല്ലാത്ത വിധത്തിൽ കുതന്ത്രങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ഞാനടക്കമുള്ള പൗരോഹിത്യത്തിൻ്റെയും പിതാക്കന്മാരുടെയൊക്കെ ഇടയിലുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെയെങ്കിലും നിലവിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണം അത് വാലിഡാണെന്നെങ്കിലും പറയാൻ നിങ്ങൾക്ക് സാധിക്കണമായിരുന്നില്ലേ? ഞങ്ങളിത് പരിഹരിക്കട്ടെ, പരിഹരിക്കുന്നവരെ നിങ്ങൾ ദൈവജനം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുർബാന വാലിഡാണെന്ന് പറയുക. അതിനുപോലും നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ ഓരോ സിനഡ് കൂടും, ഓരോ കുറിപ്പിറക്കും. ഇന്ന് ഈ സിനഡിൻ്റെ സർക്കുലറുകൾക്ക് അന്തിപ്പേപ്പറിൻ്റെ പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു. ഒരു സർക്കുലർ ഇറക്കും, അവരത് കത്തിക്കും. അടുത്ത സർക്കുലർ അവരത് കത്തിക്കും. പിന്നത്തെ സർക്കുലർ ഇറക്കും, അവരത് കത്തിക്കും. എൻ്റെ സർക്കുലറിനെ മറികടന്ന് 3 പിതാക്കന്മാർ ഒരുമിച്ച് വിമതന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട് കുറിപ്പിറക്കും. എന്ത് കഷ്ടമാണ്! തിരുസഭയുടെ സർക്കുലറിന്, സിനഡിൻ്റെ സർക്കുലറിന് ഇത്രയേ വിലയുള്ളൂ. ഒരു അന്തിപ്പേപ്പറിൻ്റെ വില പോലും ഇല്ല. നിങ്ങൾക്ക് തോന്നിവാസം ഇറക്കാൻ പറ്റുന്നതാണോ ഈ സിനഡിൻ്റെ സർക്കുലറുകളൊക്കെ? ഒരു സർക്കുലർ ഇറക്കിക്കഴിഞ്ഞ് അതിനെതിരെ അതിലെ 3 പിതാക്കന്മാർക്കിരുന്ന് കുറിപ്പിറക്കാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത്? നിങ്ങൾ സിനഡ് കൂടൽ നിർത്തിയിട്ട്, എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളതാണ്, സിനഡ് കൂടൽ നിർത്തിയിട്ട് ഒരു മാസം നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ കാക്കനാട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നല്ല ധ്യാന ഗുരു അച്ഛനെ വിളിച്ചിട്ട് വചനം കേട്ട് ഇരുന്ന് ഉപവസിച്ച്, ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപവസിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. പ്രശ്നം ആരിൽ നിന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദയവ് ചെയ്ത് ഈ ദൈവജനത്തെ നിങ്ങൾ തമ്മിൽ തെറ്റിക്കരുത്. തെറ്റൊരു അപേക്ഷയാണ്. ഇത് പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ എന്നെ എന്തുകൊണ്ടും ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ദൈവിക നീതി ഇത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂലകാരണം നിലപാടില്ലാത്ത, അസ്തിത്വമില്ലാത്ത, വിളിയുടെ മഹത്വം അറിയാത്ത പിതാക്കന്മാരും പുരോഹിതരുമാണ്. പരിശുദ്ധ കുർബാനയുടെ വിലയും മൂല്യവും അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുർബാനയെ ഒരു സമര ആയുധമായി ഉപയോഗിക്കില്ലായിരുന്നു. അത്രയ്ക്കും മഹത്വമുള്ളതാണ് പരിശുദ്ധ കുർബാന. ഒരുപക്ഷെ ഈ വൈദികർക്ക് അവർക്ക് തന്നെ ബോധ്യമുണ്ട്, ഈശോയെ നോക്കാനുള്ള ബലം അവർക്കില്ല. അവർക്കാകെ ഈ ജനത്തെ നോക്കി ആ ജനത്തോട് എന്തെങ്കിലും പറയാനുള്ള ധൈര്യമേ അവർക്കുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ധാർമ്മികമായൊരു ബലം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈശോയെ നോക്കാൻ പറ്റുന്നില്ല. അതിനവർ കുണ്ടി കുർബാന എന്നൊക്കെ അവർ കൊണ്ട് പറയും. പരിശുദ്ധ കുർബാനയെ ഇരിക്കുന്ന സക്രാരിക്ക് നേരെ കൊണ്ട് തിരിഞ്ഞ് നിൽക്കാനായിട്ട് ഇവർക്ക് പറ്റും. എന്നിട്ട് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. ജനങ്ങൾക്ക് നേരെയല്ല തിരിഞ്ഞ് നിൽക്കുന്നത്, ജനങ്ങളോട് കൂടെ ചേർന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുന്നവനാണ് ഈ പുരോഹിതൻ. ഇവരൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? പ്രവാചക ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്, ജനത്തിനും ത്രോണോസിനും മധ്യേ നിന്ന് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നവൻ്റെ പേര് പുരോഹിതൻ എന്നാണ്. ജനത്തോടൊപ്പം നിൽക്കുന്നവൻ, ജനത്തെ നോക്കി നിൽക്കുന്നവനല്ല, ജനത്തോടൊപ്പം നിന്ന് ദൈവത്തെ നോക്കുന്നവൻ. ഇതൊക്കെ ആര് മനസ്സിലാക്കി കൊടുക്കാനാണ്? എങ്ങനെ നിന്നാലും, നിങ്ങളെങ്ങനെ നിന്നാലും അത് നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ പാവപ്പെട്ട ദൈവജനത്തെ ഇതിൽ വലിച്ചഴിക്കരുത്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വലിച്ചഴിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം, നിങ്ങളിതിപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ വിനിയോഗിച്ചതിനാണ് ഇത് ഇടപെടുന്നത്? നിങ്ങൾ ഈ മീഡിയയിൽ ഇത് പ്രൊക്ലെയിം ചെയ്ത് നിർത്ത്. ഏക സുബോധന എന്ന് പറഞ്ഞ ഒരു ഡയറക്റ്റി ചാനലുണ്ട്, ബോധമില്ലാത്തവൻ്റെ ചാനലാണ് സുബോധന. അങ്ങനെ ഓരോ ചാനലുകളിലൂടെ, മീഡിയ വണ്ണിലൂടെയൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രൊക്ലമേഷൻ ചെയ്യുമ്പോൾ, ലോകം മുഴുവൻ എത്തിക്കുമ്പോൾ, ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നതാണ്. നിങ്ങൾ എറണാകുളം അങ്കമാൽ രൂപതയ്ക്കുള്ളിൽ തന്നെ നിർത്തി നിങ്ങൾ അടിച്ചു തീർക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇവിടെ ഈ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും സങ്കടകരമായൊരു കാര്യം, കുറേയധികം നല്ല വിശ്വാസികൾ പരിശുദ്ധ കുർബാന അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു സങ്കടമുള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, ഈ എറണാകുളത്തെ അച്ഛന്മാർ, അതായത് സഭയുടെ കുർബാനയല്ല അവർ അർപ്പിക്കുന്നത്, സഭ ഇല്ലസിറ്റ് എന്ന് പറയുന്ന കുർബാന അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് അവർക്ക് ധാർമ്മികമായിട്ട് സഭയുടെ കുർബാന അർപ്പിക്കാൻ ബലമില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഭയുടെ കുർബാനയല്ല അർപ്പിക്കപ്പെടുന്നത്, അപ്പോൾ അത് കുർബാനയല്ല. അപ്പോൾ അതിൽ പങ്കെടുത്തില്ല എന്നോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഒരു വിഷയം, ഞങ്ങൾക്ക് കുർബാന കിട്ടുന്നില്ല എന്ന് കുറേ നല്ല വിശ്വാസികൾ പറയുന്നു. കുർബാന തരേണ്ടവൻ നിങ്ങൾക്ക് തരുന്നില്ല. തരേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പിതാക്കന്മാർക്കാണ്. അവർ തരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുർബാന ലഭിക്കാത്തത്. അങ്ങനെ വരുമ്പോൾ കുറ്റം നിങ്ങളുടേതല്ല, അതിൽ നിങ്ങൾക്ക് കടമില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക ആശ്വാസവാക്ക്. നിങ്ങൾ പരിശുദ്ധ ബലി, നിങ്ങൾക്ക് തിരുസഭയുടെ പരിശുദ്ധ ബലി ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നില്ല.
അതിൻ്റെ കാരണം നിങ്ങളുടെ തെറ്റല്ല, തിരുസഭയെ നയിക്കുന്നവരുടെ തെറ്റാണ്, പിതാക്കന്മാരുടെയും വൈദികരുടെയും തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കടമില്ല എന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ദയവ് ചെയ്ത് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ അഹങ്കാരമൊക്കെ ഉപേക്ഷിച്ച്, കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി ഉപേക്ഷിച്ച് ദയവ് ചെയ്ത് ഈ തിരുസഭയെ നേരാമണ്ണം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.